ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ നഗരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കളവിന്റെ പൂരമാണ്. കള്ളന്മാരെയും ഗുണ്ടകളെയും കൊണ്ട് ഈ വേദാ നഗരം പൊറുതിമുട്ടി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് കമ്പികളാണ് കൂടുതലും കളവ് പോകുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതാണ് ഈ വേദാ സിറ്റിയിലെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവാൻ കാരണം. എടോ ഭീംസിംഗേ, കൊള്ളാലോ. ഭയങ്കര ബുദ്ധിയാ നിനക്ക്. എന്നും ഇങ്ങനെ ഉണ്ടാകണം. എന്തായാലും കൊള്ളാം. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിട്ടില്ല. ഓ, നിങ്ങൾ പറഞ്ഞതുപോലെ കറന്റും പോയി. എനിക്കിപ്പോ ശിവയെ കുറിച്ച് ഓർത്ത പേടി. I can see you. നീ ടോർച്ച് എന്തെങ്കിലും കണ്ടോ? ഇല്ല ശിവ, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. നിന്റെ കാര്യം എന്താ? നീ എന്തെങ്കിലും കണ്ടോ? ഇതുവരെ ഞാൻ ആരെയും കണ്ടില്ല. ചിലപ്പോ ആ കള്ളന്മാർക്ക് മനസ്സിലായി കാണും ഈ ആദ്യം കൂട്ടുകാരും അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ ഏരി, ഫോൺ കട്ട് ചെയ്തിട്ട് പണിയെടുക്കാൻ നോക്ക്. നിന്റെ പൊസിഷൻ ഇപ്പൊ എന്താ? ശിവോ, അഥവാ ഞാൻ കള്ളന്മാരെ കാണുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇൻഫോം ചെയ്താ മാത്രം മതി. പക്ഷെ നീ വേഗം വരണം കേട്ടോ. എനിക്ക് കള്ളന്മാരെന്ന് വെച്ചാ ഭയങ്കര പേടിയോ. നിനക്ക് പെട്ടെന്ന് പേടി വരുമ്പോ നീ എന്റെ പേര് പറഞ്ഞാ മതി. കള്ളന്മാരൊക്കെ പെട്ടെന്ന് ഓടിക്കളയും. ശിവ, അവിടെ നോക്ക്. എന്റെ വീടിന്റെ പുറകെയുള്ള ടവറില് ആരോ ഒരാള് കേറിക്കൊണ്ടിരിക്കാണ്. ഞാൻ വരാം. നിങ്ങൾ എല്ലാവരും ടവറിന്റെ അടുത്തേക്ക് വരൂ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഹലോ ഹലോ, കള്ളന്മാരെ കുറിച്ച് വിവരം അറിഞ്ഞോ? ഞാനിത് എത്തിക്കഴിഞ്ഞു. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ രേവയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ വേഗം വന്നോളാം. എന്താ ഉത്തരത്തിന് ഷോർട്ട് കട്ടാ? ഏടാറാം, വണ്ടി വേഗം മുകളിലേക്ക് അങ്ങോട്ട് വിട്ടേ. ഓക്കെ സാർ. എടാറാം, ഇങ്ങോട്ടാണോ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത്? എടോ, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതല്ലേ. തനിക്ക് എന്നെക്കാളും ബുദ്ധിയുണ്ടല്ലോ. എടാറാം, എന്താ സാർ? നമ്മളിഞ്ഞ് എങ്ങനെ താഴേക്ക് പോക? കൊള്ളാലോ. ഇന്നെന്തായാലും നമുക്ക് കുറെ വയറ് കിട്ടിയിട്ടുണ്ട്. ഇത് വിറ്റ ഒരുപാട് പണം കിട്ടും. വാ, നമുക്ക് വേഗം പോകാം. അവിടെ നിൽക്ക്. നിങ്ങൾ ഈ നട്ടുപാതിരക്ക് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ പേരാണ് പപ്പുബായ്. ഈ പപ്പുബായ് ചെന്ന് വയറൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കറണ്ട് പോകുന്നത് പോലെ പിന്നെ ഈ പപ്പുബായിനെയും കാണില്ല. എന്നെ ആർക്കും കണ്ടുപിടിക്കാനാവില്ല. വീട്ടിലേക്ക് പോ കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത്. എന്റെ പേര് ശിവ. ഞാൻ നിങ്ങളെ ഒരിക്കലും മോഷ്ടിക്കാൻ സമ്മതിക്കില്ല. നീ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാന്ന് കരുതി. പക്ഷെ നിന്റെ കുരുത്തക്കേടിന് ശരിക്കുള്ള ശിക്ഷ തന്നാലേ മതിയാകൂ. ഇപ്പൊ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ശിവ.
എടോ മണ്ടന്മാരെ, പേടിക്കല്ലേ. ഞാനൊരു പ്രേതോ പിശാചോ അല്ല. ഞാൻ ഒരു ഇലക്ട്രോമാൻ ആണ്. ഇലക്ട്രോമാൻ. അതെ, നിങ്ങളുടെ ആ പഴയ കൂട്ടുകാരൻ പപ്പുബായ്. ഇപ്പോഴെനിക്ക് ഒരുപാട് ശക്തിയാ കിട്ടിയിരിക്കുന്നേ. അപ്പൊ പപ്പുബായ് എന്നുള്ള പേര് ശരിയാവില്ല. ഇന്ന് മുതൽ എന്റെ പേരാണ് ഇലക്ട്രോമാൻ. എന്റെ ശക്തിയുടെ ചെറിയൊരു ഉദാഹരണമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്റെ വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ സമയമായിരിക്കുന്നു. ഞാൻ ഈ വേദാ നഗരത്തിലെ മുഴുവൻ പണവും ഞാൻ കൈക്കലാക്കി വലിയ പണക്കാരനാവും. നിങ്ങൾ കണ്ടോളൂ. ഞാനാണ് ഇലക്ട്രോമാൻ. എന്റെ ശക്തി ഉപയോഗിച്ച് നിന്നെയൊക്കെ വലിച്ചെറിയാനാകും. ദൂരത്തേക്ക് വലിച്ചെറിയാനാകും. വേഗം ബാങ്കിലുള്ള പണം മുഴുവനും ഇങ്ങോട്ടേക്ക് എടുക്കൂ. ഇലക്ട്രോമാൻ വേദാ നഗരം മുഴുവനും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ബാങ്ക് കൊള്ളകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നാൾക്ക് നാൾ ഇവന്റെ അഹങ്കാരവും കൂടുന്നു. എനിക്ക് തോന്നുന്നത് ഇത് സാധാരണക്കാരനല്ല, ഇത് ഒരു ഏലിയനാ. ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുക. ഭൂമി മുഴുവനും അവര് സ്വന്തമാക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാ സംഭവിക്കാൻ പോണേ. അത് ഏലിയൻ അല്ല, അത് പപ്പുവായടാണ്. അവനാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്. അന്നത്തെ ആക്സിഡന്റിന് ശേഷം അവൻ എങ്ങനെയാ കറന്റ് മാൻ ആയിട്ട് മാറിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതായത് അവൻ ഇലക്ട്രോമാനായി മാറി. ഇനി അവനെ പിടിക്കാൻ പോലീസിനും ബുദ്ധിമുട്ടാണ്. ശിവ, ഇത് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങനെ പോയാ ഈ വേദ നഗരം മുഴുവനും ഇവൻ നശിപ്പിക്കും. നമുക്ക് സാധാരണയായിട്ട് ഇലക്ട്രോമാനെ തടയാൻ കഴിയില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഒരു സ്പെഷ്യൽ ഗ്ലൗസ് ആൻഡ് ഷൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ കറണ്ട് പാസ്സാവില്ല. ഇപ്പൊ നമ്മൾ എല്ലാത്തിനും തയ്യാറാണ്. ഇന്ന് രാത്രി പെട്രോളിംഗ് നമുക്ക് തുടങ്ങാം. എന്റെ പരിധിയിൽ മോഷണമോ? ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഹാൻസം. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ പോയാൽ, അല്ല ഇതിപ്പോ എവിടുന്ന ഒരു വല വന്നിരിക്കുന്നത്? താൻ ആരാന്ന് പറ. താൻ എവിടുന്നാ വന്നിരിക്കുന്നത്? എന്താ തനിക്ക് വേണ്ടത്? ഇറക്ക്, താഴേക്ക് ഇറക്ക്. ഞങ്ങളെ താഴേക്ക് ഇറക്കാൻ. എന്റെ പാന്റ് താഴേക്ക് പോയി. പറയൂ, നീ എന്തെങ്കിലും പറ.
എന്തോന്ന് പറയാൻ പറ്റില്ല. എന്റെ എല്ല് ഒടിഞ്ഞു പോയില്ലേ. മര്യാദക്ക് പറയാനാ പറഞ്ഞ. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ മോഷ്ടാക്കൾ മോഷ്ടിക്കാൻ പോകാൻ അവിടെയുള്ള ആൾക്കാർ പറയും മോഷ്ടിക്കരുത്, കാരണം ലഡ്ഡു സിംഗ് വരുമെന്ന്. ലഡ്ഡു സിംഗിന്റെ പേര് അത്രയും ഫേമസ് ആണ്. ലഡ്ഡു സിംഗിന്റെ പേര് കേട്ടത്ര എല്ലാവരും വിറച്ചു ഓടിക്കളയും.